ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നത്. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ബേബിയൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒരു കുട്ടി ഷോപ്പിംഗ് ആണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നേരെ പോകുന്നത് ലുലുവിലേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് തന്നെയാണ്, ലുലുവിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു 1:30-2 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല, പോകുന്ന വഴിക്ക് കഴിക്കാമെന്നാണ് ഇപ്പോഴത്തെ പ്ലാനിങ് കേട്ടോ. അങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ ഇതാ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് 1-2 ദിവസമായിട്ട് കുറച്ച് മഴയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് ഇമ്പീരിയൽ കിച്ചണിലേക്കാണ് വന്നത്. ഇതാ കണ്ടോ, ഭയങ്കര തിരക്ക്. അതുകൊണ്ട് ഇന്നിനി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല ടൈം എടുക്കും. അതുകൊണ്ട് വിചാരിച്ചു അവിടുന്ന് കഴിക്കണ്ട, നേരെ ലുലുവിലേക്ക് തന്നെ പോവാം. അതാകുമ്പോൾ അവിടെ കുറേ ഫുഡ് കോർട്ട്സും പിന്നെ പാരഗണും ഉണ്ട്. പാരഗണിൽ പോകാനാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്ത് പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ലുലുവിലെത്തി കേട്ടോ. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോകുന്നത്. നല്ല വിശപ്പുണ്ട്. 2 മണിയായി കേട്ടോ. അപ്പം അതുകൊണ്ട് മേളിലേക്ക് വന്നു. അപ്പോൾ ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട് വലിയൊരു തിരക്കൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കാണ് വീക്കെൻഡ്സിലൊക്കെ വരുവാണെങ്കിൽ. അപ്പോൾ പക്ഷേ പാരഗണിൽ വന്നപ്പോൾ സ്ഥിതി വേറെയാണ്. ഇവിടെ ഭയങ്കര തിരക്കും ക്യൂ ഒക്കെയാണ്. കുറേ നേരം വെയിറ്റിംഗ് ഉണ്ട്. അത്രയും വെയിറ്റ് ചെയ്ത് നിന്ന് കഴിക്കാനുള്ള ക്ഷമ ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ലുലുവിൻ്റെ അകത്ത് പുതുതായിട്ട് ബാർബിക്യൂ നേഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് വന്നത്. അവിടെ ബൊഫേ ഉണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ. കുറേ സാലഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, മട്ടൻ കറി, ചിക്കൻ കറി, പിന്നെ വെജ് ഐറ്റംസ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി അതുപോലെ മട്ടൻ കറിയാണ്. പിന്നെ റൊട്ടീസൊക്കെ അവർ ടേബിളിൽ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ ചാറ്റിന് വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർ പാനിപ്പൂരിയൊക്കെ നമുക്ക് ടേബിളിൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. നല്ല ഫുഡായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് മോള് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഫീഡ് ചെയ്യാൻ വേണ്ടി ഫീഡിങ് റൂമിലേക്ക് വന്നു. അങ്ങനെ ഫീഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് കഴിക്കാൻ വേണ്ടി പോകണം. ഈ ഡെസേർട്ട് സെക്ഷനിൽ ഒത്തിരി അധികം ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പുഡിങ്ങും കേക്കും അങ്ങനത്തെ കുറേ ഐറ്റംസ്, പിന്നെ കുൾഫി, ഐസ്ക്രീംസ് അങ്ങനത്തെ സെക്ഷനും, ഗുലാബ് ജാം, ബ്രൗണീസ് അങ്ങനെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരു കുൾഫി എടുത്ത് ടേസ്റ്റ് ചെയ്യുവാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യം കേസറിൻ്റെത്, പിന്നെ അതുപോലെ വേറെ എന്തൊക്കെയോ 2-3 ഫ്ലേവേഴ്സൊക്കെ ഞാൻ ട്രൈ ചെയ്തു. നല്ലതായിരുന്നു, നല്ല കുൾഫിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഗുലാബ് ജാം കഴിക്കുന്നുണ്ട്, അതും സൂപ്പറായിരുന്നു. കുഞ്ഞു ഗുലാബ് ജാമാണ്, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു, യമ്മി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡെസേർട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ മെയിൻ കോഴ്സിനെക്കാട്ടിയും ഡെസേർട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ വേണമെങ്കിൽ. മെയിൻ കോഴ്സും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് കുറച്ചും കൂടി അവിടെ ഒത്തിരി ഡെസേർട്ട് ഐറ്റംസ് ഉള്ളതുപോലെ ഫീൽ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാണ്. ഇനിയാണ് നമ്മളുടെ ഷോപ്പിംഗ് നടക്കാൻ പോകുന്നത് കേട്ടോ. ഇത്ര നേരം അതിൻ്റെ ഫുഡ് അടി മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനും ബേബിയും കൂടി ഇവിടെ ഇരിക്കുവാണ്. അവരെല്ലാവരും വാഷ്റൂമിൽ പോയിട്ട് വരുന്നത് വെയിറ്റ് ചെയ്തിട്ട് നേരെ പാന്തലൂൺസിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ 1-2 ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. അങ്ങനെയാണ് ഇവിടെ വന്നത്. കുറച്ച് ദിവസം ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി വെസ്റ്റ് സൈഡ് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം കിട്ടിയില്ല, അതുകൊണ്ട് അവിടെ കയറിയില്ല. അങ്ങനെ ഇവിടുന്ന് 2-3 ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. വീട്ടിലത്തേക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസും സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കറങ്ങി നടന്നപ്പോഴാണ് ഈ ഒരു സെക്ഷൻ കണ്ടത് കേട്ടോ. സ്കൂൾ തുറക്കുന്നത് കൊണ്ട് അത് പ്രമാണിച്ച് ബാക്ക് ടു സ്കൂളിലുള്ള സംഭവങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ബുക്സും ബാഗും പെൻസിലും പേനയും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി അടിച്ചു കേട്ടോ. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും ഇങ്ങനെ കുറേ സാധനങ്ങൾ മേടിക്കാൻ പോകുമല്ലോ. അങ്ങനെ അവിടേക്ക് ഒന്ന് കറങ്ങി നടന്നിട്ട് നേരെ ചിക്കൻ മേടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കുവാണ്. പക്ഷെ ഇവിടെ നിന്ന് ചിക്കനൊന്നും മേടിച്ചില്ല ഞങ്ങൾ. പിന്നെ വീട്ടിലത്തേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കണമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചു. ബില്ലൊക്കെ ചെയ്തു. ഇനി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. അതിനിടയ്ക്ക് ബേബി കരച്ചിലായി. ഫീഡ് ചെയ്യാൻ ടൈം ആയതുകൊണ്ട് ഞാൻ ഫീഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഈ വീഡിയോസൊക്കെ ശരത്ത് തന്നെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാഗേജ് കൗണ്ടറിൽ നമ്മൾ നേരത്തെ മേടിച്ച ഡ്രസ്സൊക്കെ കൊടുത്തിട്ടായിരുന്നു പോയത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നേരെ വാങ്ങിയ സാധനങ്ങളും കൊണ്ട് നേരെ കാർ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ വലിയ തിരക്കൊന്നുമില്ല. വീക്കെൻഡ്സിലെങ്ങാനും ആണ് അവിടെ വരുന്നതെങ്കിൽ ബില്ലടിക്കാൻ തന്നെ നമ്മൾ നല്ലൊരു വലിയ ക്യൂവിൽ നിൽക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ താഴെ പാർക്കിങ്ങിൽ തന്നെ നമുക്ക് ട്രോളി ഉള്ളതുകൊണ്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഈസി ആയിരിക്കും. അങ്ങനെ അതൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്. ഇനി ഈ ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എടുത്ത് പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങളിൽ വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലക്കി പിണങ്ങിയിരിക്കുകയാണ്, അവനെ ഇന്ന് പുറത്ത് കൊണ്ടുപോയില്ല എന്നും പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു വ്ളോഗൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ വരുന്ന വഴിക്ക് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുവാണ്.
1.5 മണിക്കൂർ കഴിഞ്ഞ് ദാ ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാനും ഇട്ടിട്ടുണ്ട്. അതുപോലെ കട്ടനും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിന്നർ ഇന്ന് അതാണ്. നമ്മൾ പൊറോട്ട പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈയും പൊറോട്ടയായിട്ട് കഴിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ ദാ ചൂട് ചിക്കൻ ഫ്രൈ. എനിക്ക് പൊതുവേ ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എനിക്കത് അത്ര ഇഷ്ടമില്ല. പക്ഷേ കടയിൽ നിന്ന് ഞാൻ പുറത്തുനിന്ന് ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും വീട്ടിലുണ്ടാക്കി കഴിക്കണതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ദാ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ദാ ഡിന്നർ കഴിക്കുവാണ്. കൂടുതൽ TV ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏതൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതും കണ്ട് ദാ ചൂട് ചിക്കനും പൊറോട്ടയൊക്കെ ആയിട്ട് അടിപൊളി ഡിന്നർ. കൂട്ടത്തിൽ കട്ടനും ഉണ്ട് കേട്ടോ. ഡിന്നറിൻ്റെ കൂടെ ഒരു കട്ടൻ കൂടി കുടിച്ച് കഴിഞ്ഞാൽ സുഖം. അങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗ് എന്നും പറയാം. എന്താണെന്ന് വേണമെങ്കിൽ മിനി വ്ളോഗ് എന്നൊക്കെ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.